Hello, good morning. Good morning. Yes. How are you all? How are you? Hi. Sound off ആണോ അല്ലേ? കേൾക്കണ്ടോ ഞാൻ പറയുന്നത്? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് കുറവാണല്ലോ. ഓക്കെ, സൗണ്ട് കുറവാണ്. നിങ്ങളുടെ സൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് വരുന്ന സൗണ്ട് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓഫായി കിടക്കണ പോലെ കാണുന്നുണ്ട്. ഓക്കെ, സുഖാണല്ലേ അപ്പൊ എല്ലാവർക്കും? വെറുതെ കാണാൻ കയറിയതാ. നിങ്ങള് അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടിട്ടേ പിന്നെ കണ്ടിട്ടില്ലല്ലോ. കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വെറുതെ കയറിയതാ. നിങ്ങളുടെയൊക്കെ സുഖവിവരം അന്വേഷിക്കാനും ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനും വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം കേട്ടോ. എന്നെ മറക്കരുതല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മറ്റേ സർട്ടിഫിക്കറ്റ് വേണം വരുമ്പോ കേൾക്കാൻ പറ്റില്ല. എങ്ങനെ എന്നിട്ട് കുഴപ്പമുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തേക്കുന്നതാ. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തതാ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ കുഴപ്പമില്ല. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തതാണ്, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇല്ലേ, ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടതാണല്ലോ, പിന്നെ നമ്മൾ കണ്ടില്ല. അപ്പൊ എന്തെങ്കിലും ഇനി മറ്റേ സർട്ടിഫിക്കേഷൻ സെറമണി വരുമ്പോ നമ്മൾ കാണാൻ വരുമ്പോഴേ ഏതാണോ ടീച്ചർക്കൊക്കെ ചിലപ്പോ മൈൻഡിൽ തോന്നിയാലോ. അപ്പൊ എല്ലാം ഇടയ്ക്ക് മുഖം കാണിക്കാന്ന് വിചാരിച്ചു വന്നതാ, ഈ മുഖം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എവിടെയും കണ്ടിട്ടത്, പക്ഷെ എവിടെയൊന്നും പറയാൻ പറ്റില്ല എന്ന്. ക്ലാസ് എടുക്കാൻ നമുക്ക് അവർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഓർമ്മയുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടാ, ഒന്ന് അടിവരയിട്ട് ഉറപ്പിക്കാമെന്ന് കയറിയതാ. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാനും. നിങ്ങളുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞോ? നെയിം കണ്ട ഒലിവിയ ജെയിംസ് ചോദിക്കുന്ന പേരെന്താന്ന്. ഇന്നാ ഫസ്റ്റ് കാണണേന്ന്. ഓ മൈ ഗോഡ്, അങ്ങനെ പറയരുത്. ഫേസ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണുന്നില്ല. എന്റെ ഫേസ് കാണില്ല. വീഡിയോ ഓഫ് ആണോ? നീ കണ്ട കുറച്ചുപേര് കാണാത്തവരുണ്ട്. വെറുതെ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ലേ? ഇതൊക്കെ എനിക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നത്. കാരണം ഇപ്പൊ കുറച്ച് പേര് പറഞ്ഞു, ഇപ്പൊ 2 പേര് പറഞ്ഞു മാമിനെ ആദ്യം ഫസ്റ്റ് ടൈമാ കാണുന്നത്, നേരത്തെ കണ്ടിട്ടില്ല എന്ന്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടോ? അത് തന്നെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത നിഷ എന്ന് പറയുന്ന മാമാണ് ഞാൻ. മറന്നുപോയി. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാത്തവരാണെന്ന് ഞാൻ ഉത്തരം പറയണ്ട, അല്ലാതെ തന്നെ അവിടെ ഉത്തരം വന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ട. എന്റെ സൗണ്ട് മറക്കില്ല ആരും. എന്നെ മറന്നാലും എന്റെ സൗണ്ട് മറക്കില്ല. ഫസ്റ്റ്, അതായത് നമ്മുടെ ഇൻട്രോ ക്ലാസ് ഇല്ലേ, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ആ ഇൻട്രോ ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. എല്ലാവർക്കും ഞാൻ തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നത് ഞാനാണ്. അതിന്റെ ഹാഫ് പാർട്ട്, പകുതി ഭാഗം. പിന്നെ ഒരു ഇൻട്രോ നമ്മുടെ ജയദേവ് സാറും എടുത്തു. അല്ലെ, 2 ഭാഗമായിട്ടാണ്. നമ്മുടെ HLനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. സാറ് നമ്മുടെ സർട്ടിഫിക്കേഷൻ മറ്റ് സ്മാർട്ട് സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സാറ് നിങ്ങൾക്ക് ഇൻട്രോ ക്ലാസ്സിൽ ബാക്കി കാര്യം പറഞ്ഞത്. അങ്ങനെ 2 പാർട്ടായിട്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലെ. ഓക്കെ, അപ്പൊ ഇനിയും അറിയാത്തവര് എന്തെങ്കിലും മുഖം ഒന്നുകൂടി കാണിക്കാൻ വന്നത് നന്നായി. ഞാൻ അവസാനം അവിടെ നിങ്ങള് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഈ ടീച്ചർ ഏതാണാവോ എന്ന് പറഞ്ഞ് എന്നെ ചിലപ്പോൾ മാറ്റി തന്നു. അതുകൊണ്ട് മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നും മുഖം കാണിക്കാൻ വന്നതാണ്. ഓക്കെ, പിന്നെ ക്ലാസ്സുകളൊക്കെ നന്നായി പോകണ്ടോ?
ക്ലാസ് ഒക്കെ നന്നായി പോകണ്ടോ? ഓക്കെ, ഇപ്പൊ കാണാം ക്ലാസ് ലൈവില് കാണാൻ പറ്റാത്തവര് ഒന്ന് റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടാ. ക്ലാസ് എടുക്കാൻ വേണ്ടി എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതായത് ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു ഇതാണ്. ഇല്ലെങ്കിലും എന്നെ മറക്കരുതല്ലോ, ബാക്കി ടീച്ചർമാരൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഈ ടീച്ചർ ഏതാണാവോ കണ്ടിട്ടൊന്നുമില്ല അവിടെ, പക്ഷെ എന്നാൽ എന്തൊക്കെയുണ്ട് എന്ന്. എല്ലാവരും ക്ലാസ് സൂപ്പറായിട്ട് എടുക്കുന്നു അല്ലെ. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. നല്ല നല്ല വേർഡ്സിന് നന്ദി. ഓക്കെ, പിന്നെന്താ, നമ്മളുടെ മൊഡ്യൂൾസ് ഒക്കെ എങ്ങനെയാ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഒക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞോ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞോ എക്സാം? കഴിഞ്ഞു. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ആണോ എടുത്തോണ്ടിരിക്കുന്നത്? തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? ഓക്കെ, തേർഡ് മൊഡ്യൂൾ കഴിയാറായോ? ചാപ്റ്റേഴ്സ് ഒക്കെ തേർഡ് മൊഡ്യൂള് തീർന്നിട്ടില്ല. തേർഡ് മൊഡ്യൂൾ ഇപ്പൊ എനിക്കൊന്ന് 4 ബാലൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ എടുക്കും, കുഴപ്പമില്ല. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൺഫേം ചെയ്യണം. ഇതിലൊക്കെ ചാപ്റ്റർ ഒക്കെ എന്താ പറയാ മിസ്സാവാതിരിക്കാനായിട്ടേ ടീച്ചേഴ്സിന് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ തേർഡ് മൊഡ്യൂൾ എല്ലാം കഴിഞ്ഞില്ലേ എന്നൊക്കെ ഇടയ്ക്ക് അവരെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ നിങ്ങളാ നോക്കേണ്ടത് അല്ലെ. എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് പോവുക. എടുക്കാത്തത് ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. അപ്പൊ തേർഡ് ഫോർത്ത് ഒക്കെ കഴിയാറായെന്നൊക്കെ ചിലപ്പോ ടീച്ചർമാർ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. പറയുമ്പോ ആ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ മറന്നു പോകും. ഇന്നത് എടുത്തു എന്നൊക്കെ ചിലപ്പോ ഓർത്തു പോകും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് സ്കിപ്പായി പോകാതെ അല്ലെങ്കിൽ മിസ്സായി പോകാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 22nd ബാച്ച് എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സുഖം അന്വേഷിക്കാനാണ്. നിങ്ങൾ ഹാപ്പി ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതാ. സാറിനോട്, സാറിന്റെ ക്ലാസ് ആണല്ലോ, ജോബ് സാറിന്റെ ക്ലാസ് ആണ് ഇംഗ്ലീഷ്. അവര് എന്താ പറയാ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നു തരുമോ സാറേ, ഒരു കാര്യം പിള്ളേരൊക്കെ ഒന്ന് കാണട്ടെ, കുറെ നാളുകളായി ക്ലാസ് തുടങ്ങിയിട്ട് കണ്ടിട്ടില്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സാർ ഒന്ന് 10 15 മിനിറ്റ് മിസ് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനോട്. ഓക്കെ, H22 അപ്പൊ എല്ലാവരും സുഖമാണ്, എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും ഒന്ന് സംസാരിക്കൂ, ഒന്ന് വോയിസ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കോ, പറയുന്നത് എന്തെങ്കിലും ചെയ്തോ. നന്നായി പോകുന്നു. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുത്ത് സംസാരിക്കാതെ ആയിപ്പോയോ? ടീച്ചേഴ്സ് ഇങ്ങനെ മ്യൂട്ട് ചെയ്തേ. എന്തെങ്കിലും ഒന്ന് പറയേ, ഒരാളൊന്ന് സംസാരിച്ചത് പറയാമോ? ഒരാള് ജസ്റ്റ് പറയേ. മെറിൻ. ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ടേ മാം കണ്ടിട്ടുണ്ട്, ഓൾറെഡി ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഫസ്റ്റ് തൊട്ടേ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അത് ഞാൻ റെക്കോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ മാം, സുഖമാണോ? സുഖാണ്. ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, കുറച്ച് ഫാമിലി ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫാദറിന്റെ കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. 7 months ആയി ഇങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആകുന്നു പോരുന്നു, അങ്ങനെ വന്നും പോയി നിൽക്കുക. അതൊഴിച്ചാ ബാക്കിയെല്ലാം ഒക്കെയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാത്തിനെയും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ അല്ലെ. ഒരു കാര്യം നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് എന്താ പറയാ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളൊക്കെ ഉള്ളിൽ അതിന്റെ ഫ്രണ്ടിൽ വരും. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യാതെ നിവർത്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇതുപോലെയുള്ള സ്ട്രഗിൾസും ഹിൻഡ്രൻസുകളൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് യഥാർത്ഥ വിജയമാകുക അല്ലെ. അല്ലാതെ എല്ലാം ഈസി സ്മൂത്ത് വഴി കൂടി കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു വിജയം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഒരുപാട് പുഷ് ചെയ്യാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരുപാട് സ്ട്രഗിൾസും ഇതുപോലെയുള്ള സ്ട്രഗിൾസും ഒക്കെ ഫേസ് ചെയ്ത് മുന്നിലേക്ക് വരുന്നവരാണ് തീർച്ചയായിട്ടും നല്ല വിജയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് തന്നെ പറ്റും. നമ്മളല്ലാണ്ട് പിന്നെ ആരതൊക്കെ ചെയ്യാം. നമുക്ക് അങ്ങനെയുള്ള ചില ഗോൾസ്, എയിംസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അവിടേക്ക് എത്താനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും അതുപോലെ തന്നെ എല്ലാവർക്കും അതുപോലെ പറ്റട്ടെ, സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ഈ ബാച്ച് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും നല്ലൊരു കരിയർ നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റട്ടെ എന്നുകൂടി
നിങ്ങളെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കേരളം എന്നൊന്ന് തോന്നി, എന്തോ എനിക്കറിയില്ല, അങ്ങനെ ഒന്ന് രാവിലെ ഇങ്ങനെ മനസ്സ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി. HN22 ഇന്റർനാഷണൽ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ, പിള്ളേരൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് പോന്നാലോ എന്ന് തോന്നിയത് കൊണ്ട് ആണ്. എന്താ അറിയില്ല കേട്ടോ, പക്ഷെ പെട്ടെന്ന് ഇത്ര ദിവസവും എനിക്ക് അങ്ങനെ തോന്നിയില്ല, പക്ഷെ ഇന്ന് പെട്ടെന്ന് എന്തോ അങ്ങനെ തോന്നിയപ്പോ കയറിയെന്ന് മാത്രം. എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അവരുടെ എന്തെങ്കിലും ഒന്ന് വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നതോ അവരുടെ വോയിസിൽ കൂടി ഒക്കെ കേൾക്കുക എന്നുള്ള ആഗ്രഹത്തിന് മാത്രമാണ് കയറിയത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക് ആൻഡ് ഓൾസോ നിങ്ങളുടെ സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ടൈപ്പ് ചെയ്യുന്നൊക്കെ കുറെ പേരൊക്കെ പറഞ്ഞു നല്ല ക്ലാസ്സാണ്, സൂപ്പറാണ്, ടീച്ചേഴ്സ് ഒക്കെ ഓക്കെയാണ്, എല്ലാവരും ഫൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടതിലൊക്കെ വലിയ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കല്ലേ തന്നിട്ട് പോകുന്നത്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് അങ്ങനെ ഒരു വാക്ക് തന്നത്. ഒരു പേടിയും വേണ്ട അല്ലെ, എല്ലാത്തിനും ഹെൽപ്പ് ടീച്ചേഴ്സ് എല്ലാ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും, പേടിക്കണ്ട. ചിലപ്പോ നിങ്ങളോട് ഇത്രയും പൈസ കുറവായതുകൊണ്ട് അവിടുത്തെ ക്ലാസ് ഒക്കെ ഒരു വകയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിലപ്പോ പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഇല്ലാണ്ട് ഇല്ല, അതൊന്നും പ്രശ്നമില്ല, നിങ്ങളുടെ ക്ലാസ് നന്നായി തന്നെ പോകുന്നൊക്കെ ഒരു ഷുവർട്ടി അല്ലെ, ഒരു പ്രോമിസ് തന്നത് ഞാനാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അല്ലേ, അതല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാക്ക് പാലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിളിച്ചാലും ഞാൻ വരും. നിങ്ങൾ വിളിക്കാഞ്ഞതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റ് ടോപ്പിക്സിനെ കുറിച്ചല്ല, നമ്മുടെ സിലബസിലുള്ള കാര്യമല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞോളാം, ഞാൻ അപ്പുറത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ വിളിച്ചില്ലാണെങ്കിലും വരിക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു, എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഓക്കെ, സോ സി യു. അങ്ങനൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതല്ല, എന്നാലും ഇടയ്ക്ക് ഒന്ന് എന്നാലും എങ്ങനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, അത് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയിരുന്നത്. പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്, ദാറ്റ്സ് ഫൈൻ, അത് ഓക്കെ. ക്ലാസ്സുകൾക്ക് സൂപ്പറായിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാലും ഇടയ്ക്കൊന്ന് അന്വേഷിച്ചിരുന്നോ, നിഷാ മിസ് അവിടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞ് വന്നിരുന്നു, അത് അവിടെ എങ്ങാനും ഉണ്ടോന്നൊന്ന് അന്വേഷിച്ചോ, ഇവിടെ വിട്ടു പോയോ എന്നൊന്ന് അന്വേഷിച്ചോ? ആരെങ്കിലും അന്വേഷിച്ചതായിട്ട് അവിടെ ആരും വന്ന് എന്നോട് പറഞ്ഞില്ല. ടീച്ചർമാര് അന്വേഷിച്ചെങ്കിൽ അവരൊന്ന് പറഞ്ഞേനെ, മിസ്സിന്റെ പിള്ളേരെ അന്വേഷിച്ചിട്ടോ എന്ന് പറഞ്ഞേനെ. പറഞ്ഞില്ലല്ലോ, ചുമ്മാ പറഞ്ഞതാ, കുഴപ്പമില്ല കേട്ടോ, ഇനി ഇടയ്ക്ക് അന്വേഷിച്ചാൽ മതി. ഇപ്പൊ നമ്മളെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടാണ്, ക്ലാസ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ല, സോറി ഒന്നും പറയണ്ട, വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ, സോറി ഒന്നും പറയണ്ട. ഇനി ഇടയ്ക്ക് അന്വേഷിച്ചാൽ മതി, തീരുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഒന്നുകൂടിയൊക്കെ വരാം. ഓക്കെ, സോ സീ യു ആൻഡ് കീപ് ഫൈൻ ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. Good morning, sir. Yes, Varun, good morning. Good morning, sir. Yes, good morning.
Good morning, sir. Adira, Sreja, Santosh, good morning. Good morning, sir. Ashley, Selvipriya, Ansia, Mubi, Nimmi, Minnu, good morning. Good morning, sir. Yes, good morning. അപ്പോൾ 15 മിനിറ്റ് ഞാൻ ടീച്ചർ കൊടുത്താണ്. മുബി, ഗുഡ് മോർണിംഗ്. സീസാൻ മുബി ആയില്ലേ? ഓ വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, മുബി ഫാസി, വെരി ഗുഡ്. യെസ്, സീസാൻ മൈ സൺ മൈ നെയിം. ഓ ഓക്കെ 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 മുബി, ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. യെസ്, മെർലിൻ, ഓക്കെ. മുബി, മിന്നു, ഷീജ, ഓക്കെ. നിങ്ങൾ നല്ല സൂപ്പർ ബാച്ച് എന്നാണ് ടീച്ചർമാരും പറഞ്ഞത്. ഇതാണ് നിങ്ങളെ കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായം പറയാൻ കാരണം ഞാൻ ആലോചിക്കുന്നു. സ്റ്റുഡൻസ് സാർ, അതുകൊണ്ടാ. ഇവിടെ പണ്ടൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഴയ ഒരു ബാച്ച്, നല്ലൊരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർമാർ അവിടെ നിന്ന് പറഞ്ഞ കേൾക്കാം, ഇത് നമ്മുടെ പഴയ ഇന്ന ബാച്ചില്, ആ ബാച്ചിലെ പോലെ നല്ല പിള്ളേരാണ്. ഓ ബ്രില്യന്റ്, വെരി ഗുഡ്. അത് ബ്രില്യന്റ് ആണ്, അത് കറക്റ്റാണ്. യെസ്, ഓക്കെ 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 ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പക്ഷെ ആ ബ്രില്യൻസ് ഒക്കെ പുറത്തേക്ക് എടുക്കണില്ല. ബ്രില്യൻസ് അതെനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ആ ഇടപെടലും ആ കമന്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും സംഗതി ബ്രില്യന്റ് ആണ് എന്ന്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാനത് നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ? പുറത്തെടുക്കാത്തതാണ് പറഞ്ഞത് അല്ലേ? കയ്യിലിരുന്ന്. യെസ്, ഓക്കെ. എന്താ പറയാ, ബെർലിന്റെ തന്ത്രങ്ങൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ്. യെസ്, യെസ്, ഹന്ന, ശ്രീജ, മിന്നു, ആദിത്യ. യെസ്, അപ്പൊ ആരംഭിക്കാം. യെസ്. ഓ അങ്ങനെയൊന്നുമില്ല, എന്തൊരു എളിമ ബെർലിൻ. യെസ്, എളിമയും വിനയവും ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം അല്ലേ? വെരി ഗുഡ്. അങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചാലേ ഭയങ്കര സംഭവിക്കും. അതായത് നിങ്ങൾ ചിന്തിക്കുക, എന്നേക്കാൾ എളിമുള്ള വേറെ ആൾ പാടില്ല. വേറെ ആള് ആരെങ്കിലും എളിമ കാണിക്കാണ്ട് അതിന്റെ അപ്പുറത്ത് കളിക്കുന്നത്. ഏയ് അവൻ എന്റെ അത്രയും വേണ്ട, അല്ലെങ്കിൽ അവൾ എന്റെ അത്രയും വേണ്ട, ഞാനാണ് ഏറ്റവും എളിമുള്ളവരാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചു നോക്കി, നിങ്ങളായിരിക്കും ഏറ്റവും സൂപ്പർ. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓക്കെ മേഘ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, പിന്നെ ING. അത് വന്നു കഴിയുമ്പോഴാണത് പ്രസന്റ് കണ്ടിന്യൂസ് ആവുന്നത് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ അതിനെക്കുറിച്ച്, അതിന് പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയാം. നെഗറ്റീവ് വാചകം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, വരുന്നു, പോകുന്നു, അല്ല വരികയാകുന്നു, പോവുകയാകുന്നു, എടുക്കുകയാകുന്നു, ചിന്തിക്കുകയാകുന്നു. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട്, ഈസ് കഴിഞ്ഞിട്ടോ ആം കഴിഞ്ഞിട്ടോ ആറ് കഴിഞ്ഞിട്ടോ യു ആഡ് വൺ നോട്ട്. എന്തുകൂടി ചേർക്കുക? ഒരു നോട്ട് കൂടി ചേർക്കും. നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? അതൊരു നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകമായിട്ട് അത് മാറുന്നു. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ദേ ആർ കമ്മിങ്. അതിന്റെ നെഗറ്റീവ് വാചകം പറയുമ്പോൾ ദേ ആർ നോട്ട് കമ്മിങ്. ഐ ആം വർക്കിംഗ്. അതിന്റെ നെഗറ്റീവ് വാചകം പറയുമ്പോൾ ഐ ആം നോട്ട് വർക്കിംഗ്. യു ആർ റീഡിങ്. യു ആർ നോട്ട് റീഡിങ്. യെസ്, ഇപ്പൊ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വാചകത്തിന്റെ മുന്നിൽ, ഓക്സിലറി വെർബിന്റെ മുന്നിൽ എന്തുകൂടി ചേർത്താൽ മതി? ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വാചകം മാറും. ഓക്കെ, നോട്ട് ചേർക്കുക. നേരത്തെ പറഞ്ഞത് തന്നെ നോട്ട് കൂടി ചേർക്കുക. യെസ്, അപ്പൊ മെർലിൻ പറയൂ. മെർലിനെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒന്ന് രണ്ട് നെഗറ്റീവ് വാചകങ്ങൾ പറഞ്ഞു. I am not studying now. I am not studying now. Oh, very good.
ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കാത്തൊരു കാര്യം പറഞ്ഞാൽ മതി. ഐ ആം നോട്ട് കുക്കിംഗ്. കറക്റ്റ് ആണ്. ഐ ആം നോട്ട് I'm not cooking. റീഡിംഗ്. I'm not reading. I'm not watching TV now. ഐ ആം നോട്ട് വാച്ചിങ് ടി വി. അപ്പൊ എല്ലാവരും ഇപ്പോ മെർലിൻ പറഞ്ഞത് ആം വെച്ചിട്ടാണ്. ഒരു ഈസ് വെച്ചിട്ട് രണ്ടെണ്ണം പറയാം, പിന്നെ ആറ് വെച്ചിട്ട് രണ്ടെണ്ണം പറയാം. ഒരു എക്സാമ്പിൾ പറയാമോ സർ? They are not working. Okay. She is not cooking food. നമുക്ക് പറയാലോ. Yes. Okay. He is not smoking now. He is not smoking now. They are not engaged in work. They are not engaging work. They are happily sharing their moment. Yes, okay. They are sharing the happy moment. They are not enjoying the ceremony. They are not enjoying the ceremony. Correct. She is not well work in the project. She is not working with that project. Okay. Very good. Very good. Very good. Okay. അപ്പൊ നമുക്ക് പറഞ്ഞു വരുന്നത് ഈസ് കഴിഞ്ഞിട്ട് ആം കഴിഞ്ഞിട്ട് ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർക്കുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ നെഗറ്റീവ്. അതൊരു യെസ് ഓർ നോ നെഗറ്റീവ് വാചകമായിട്ട് അത് മാറും. മുബി പറഞ്ഞു കേട്ടോ എക്സാമ്പിൾ. Good morning, sir. Yes, good morning. I am not cooking in lunch today. I am not cooking lunch today. My son is not eating chocolates. My son is not eating chocolates. My mother is not sleeping. Yes, my mother is not sleeping. They are not reading books. They are not reading books. I am not dancing. I am not dancing. My Okay. son is not playing with toys. My son is not playing with the toys. Yes, sir. Okay, very good, Mubi. ഒന്ന് പിടികിട്ടിയാലോ? തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർക്കുമ്പോൾ അത് അതിന്റെ നെഗറ്റീവ് വാചകമായിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ വാചകത്തിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പൊ അവൾ വരികയാകുന്നു, ഷീ ഈസ് കമ്മിങ്. അവൾ വരികയാകുന്നില്ല, ഷീ ഈസ് നോട്ട് കമ്മിങ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ചോദ്യമാക്കിയാണ്. അവൾ വരികയാകുന്നു, നിങ്ങൾ ചിന്തിക്കുകയാകുന്നു, അവർ പഠിപ്പിക്കുകയാകുന്നു, നീ എന്നെ പ്രതീക്ഷിക്കുകയാകുന്നു, അങ്ങനെ ആകുന്നോ, അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ? യെസ്. അങ്ങനെ ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോ വോണ്ട് വരുമ്പോ ഇല്ല, അപ്പൊ അത് ഫ്യൂച്ചറാണ്. വില്ല് വരുമ്പോ എന്തായി? ഫ്യൂച്ചറായി. യെസ്. കറക്റ്റാണ് ശൈലി. അതിനകത്ത് നോട്ട് കളയാം. നോട്ട് വെച്ച് പറയുമ്പോ ലേ എന്നർത്ഥം വരും, ആകുന്നു എന്നർത്ഥം വരും. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഷീ ഈസ് കമ്മിങ്, അവൾ വരികയാകുന്നു. ഷീ ഈസ് നോട്ട് കമ്മിങ്, അവൾ വരികയാകുന്നു. ഇനി നമ്മൾ ചോദിക്കുന്നത് അവൾ വരികയാകുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് അങ്ങോട്ട് കളയാം. നോട്ട് കളഞ്ഞിട്ട് ആ ഷീ എന്നുള്ളത് ആദ്യം പറയും. ആദ്യം പറയുമ്പോൾ വരും ഈസ് എന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ഈസ് ഷീ കമ്മിങ്? യെസ്. ദേ ആർ നോട്ട് കമ്മിങ്. അപ്പൊ ആർ ദേ കമ്മിങ്? ഓക്കെ ആദിത്യ, ഓക്കെ ആഷ്ലി, യെസ്. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആറ് അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനായിട്ട് മാറും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, ആർ യു അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്? അപ്പൊ നിങ്ങൾക്ക് യെസ്, ഐ ആം അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്. ആർ യു ഡ്രിങ്കിങ് ടീ? യെസ്, ഐ ആം ഡ്രിങ്കിങ് ടീ. അല്ലെങ്കിൽ നോ, ഐ ആം നോട്ട് ഡ്രിങ്കിങ്. യെസ്. നസീമ ചോദിക്കുന്നു, ഈസ് ഷീ ഡ്രീമിങ്? അവൾ സ്വപ്നം കാണുകയാകുന്നു. അപ്പൊ അവൾക്ക് എന്ത് പറയാം? യെസ്, ഐ ആം ഡ്രീമിങ്
അല്ലെങ്കിൽ നോ, ഐ ആം നോട്ട് ഡ്രീമിങ്. അപ്പൊ നമുക്കിവിടെ പറയാവുന്നത് ഈസ്, ആം, ആർ. ഇത് ആദ്യം വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. യെസ് ഓർ നോ. ഓക്കെ ആദിത്യ. ഹന്ന, യെസ്, എന്നെ വരുമെന്ന് വിചാരിക്കാം. മുഫി, Hi. ഓക്കെ. മുഫി ഒരു ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആദ്യം വരുന്ന 2-3 ചോദ്യങ്ങളൊന്നും വരുന്നത് പറഞ്ഞേ. Are anyone there? ആർ Anyone there? ആർ എനിവൺ ദേർ. അത് നമുക്ക് സംഭവം കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ING വന്നിട്ടുണ്ടോ നോക്കി. ഇല്ല. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ടെൻസിലോട്ട് വരില്ല. മനസ്സിലായില്ലേ? നമുക്ക് ചോദിക്കാം. എക്സാമ്പിൾ, ഓക്കെ മുഫി, യു ടേക്ക് യുവർ ഓൺ ടൈം. അപ്പൊ മുഫിനോട് ചോദിക്കാം, ആർ യു ഹാപ്പി? അപ്പൊ മുഫി വേണമെങ്കിൽ പറയാം യെസ് ഐ ആം ഹാപ്പി, അല്ലെങ്കിൽ പറയാം നോ ഐ ആം നോട്ട് ഹാപ്പി ടുഡേ. യെസ്. അപ്പൊ ആർ യു ഹാപ്പി എന്ന് ഞാൻ ചോദിക്കുമ്പോ അതിനകത്ത് എവിടെയെങ്കിലും ING ഇല്ല. അത് സിമ്പിൾ പ്രസന്റിന്റെ ക്വസ്റ്റ്യനിലെ ആയിട്ടാണ് മാറുന്നത്. യെസ്. പ്രസന്റ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിനകത്ത് എന്തുകൂടി വേണം? ING വേണം. ആ ചോദ്യം തന്നെ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. ആർ യു ഫീലിംഗ് ഹാപ്പി? ഇങ്ങനെ ചോദിക്കാം. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. കാരണം ഫീലിന്റെ കൂടെ ING ചേർത്തു. നിങ്ങൾക്ക് സന്തോഷം തോന്നുകയാണെന്നോ? ഇവിടെ ആർ യു ഫീലിംഗ് ഹാപ്പി? യെസ്. ഓക്കെ. ING കൂടി വരാവുന്ന രീതിയിൽ നോക്കി പറഞ്ഞോളൂ കേട്ടോ. Are they, Raham correct? Are they dreaming? Correct. Yes. Are they coming? Okay, correct. Okay. Mufi പറഞ്ഞോളൂ. ഞാൻ പറയാനില്ല, ഞാൻ ഡൗട്ട് ചോദിക്കാനിരുന്നേ. ചോദിച്ചോളൂ. ഈ ആസും ആവും ഇതില് പറ്റുമോ? ഇതില് വരുമോ? ഹാവണ. ആസും ആവും ഒക്കെ ഉള്ളത്. ഹാസ് ഹാവ് നമുക്ക് ഈ പോവും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പഠിക്കാം. കാരണം വെച്ചാൽ അത് വേറൊരു ടെൻസാണ്. ആ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് വരുമ്പോഴാണ് ഹാസും ഹാവ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മൾ കാണിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ നമ്മളത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് ഇപ്പോൾ, കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് അതിന്റെ വ്യത്യാസം. ആസ് ഹാവ് ചോദിക്കാം, അത് നമുക്ക് വേറൊരു ടെൻസിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് നോക്കാം. യെസ്. ഓക്കെ. ആഷിലി റജി. ഞാൻ ആഷിലിയോട് 2-3 ചോദ്യങ്ങൾ വേറെ ചോദിക്കണം. ആഷിലിക്ക് യെസ് എന്ന് ഉത്തരം പറയാം, നോ എന്ന് ഉത്തരം പറയാം. യെസ്. ആർ യു എൻജോയിങ് hospital administration course? Yes, I am enjoying. Yes. Are you enjoying cooking food for others? Not certainly. Yes. Okay. Yes. Are you feeling happy today? Yes, I'm feeling happy. Yes. Arju, are you working in a private firm? No. Are you expecting a job with high salary? Yes, I'm expecting. Are you desiring to go abroad? Yes, I'm desiring to go abroad. Very good. ഞാനിപ്പോ ആശ്രിയോട് ആർഗ്യൂ വെച്ചിട്ട് ചോദിച്ച 2-3 ചോദ്യങ്ങള് നമ്മുടെ മേഘനോട് ചോദിക്കാം. മേഘനോട് കേട്ടോ. മേഘനോട് ചോദിച്ചു,
ആർ യു വെച്ചിട്ട് 2-3 ചോദ്യങ്ങൾ മേഘയോട് ചോദിക്കും. മേഘ മറുപടി ഇപ്പൊ പറഞ്ഞ പോലെ മറുപടി പറഞ്ഞാൽ മതി. യെസ്, മേഘ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ആർ യു വെച്ചിട്ട് ചോദിക്കും. ഹലോ 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 കേൾക്കാമോ? പറഞ്ഞോ. ഹലോ, ക്ലിയർ അല്ലേ? കേൾക്കാം. ഓക്കെ. ഓക്കെ. മേഘയുടെ ശബ്ദം മാത്രത്തിൽ പതർച്ചില്ല. അതൊന്ന് മൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, കുഴപ്പമില്ല. ഹലോ ഹലോ കേൾക്കുന്നില്ല? ആക്ച്വലി യു ആർ യു ഫീലിംഗ് ഹാപ്പി ടുഡേ? Yes, I am feeling happy. ആർ യു എൻജോയിങ് ദ ക്ലാസ്? Yes, I am enjoying. ഞാൻ ചോദിച്ചൊക്കെ ചോദിക്കണ്ടോ? വേറെ മാറ്റി പിടിച്ചോ? വേറെ മേഘയുടെ ജീവിതത്തിലോട്ട് അങ്ങനെ കടന്നോ? അങ്ങനെയൊക്കെ ചോദിച്ചോ? ചിലപ്പോ ഇതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടിരിക്കുകയാണ്. പഠിക്കാൻ മാത്രമേ. അപ്പൊ അത് ചോദിക്കേ. കേൾക്കുന്നില്ല. ഹലോ, ആർ യു വർക്കിംഗ്? No, I am not working. Are you enjoying your duties? Yes. ഓക്കെ, ആക്ച്വലി ഇല്ല, ഓക്കെ സാർ, ഇത് മതി. നമ്മള് ഉത്തരം പറയാൻ മാത്രമല്ല, കുറച്ച് ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. യെസ്, അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ്. ഓക്കെ, ആക്ച്വലി വെരി ഗുഡ്. ഹോംവർക്ക് യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പോ ഞാൻ ഈ ടെൻസ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ടെൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ING കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 4ാമത്തെ ടെൻസ് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു ടെൻസിലേക്ക് ഞാൻ പോകുന്നതാണ്. 5ാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടെൻസിന്റെ പേരാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. അതായത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴല്ല, പിന്നീട്, മുൻപ്, നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നിമ്മി ആഷയുടെ വീട്ടിൽ ചെല്ലുന്നു എന്ന് ഇന്നലെ നിമ്മി ആഷയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആഷ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം ഇന്ന് നിമ്മി പറയുമ്പോൾ എങ്ങനെ പറയും? ഞാൻ ഇന്നലെ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് കണ്ടിന്യൂ ചെയ്ത് അവൾ ഉറങ്ങുകയായിരുന്നു. ഇപ്പൊ ഉറങ്ങിയെന്നതാണ് അല്ല, പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ്. അവൾ ഉറങ്ങിയായിരുന്നു, ഇപ്പോഴും ഉറങ്ങിയായിരുന്നല്ല. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ അർത്ഥം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്നതല്ല, നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ കറക്റ്റ് പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. when I visited her yesterday. ഈ ഒരു വിസിറ്റിന്റെ കൂടെ ഒരു ഇ ഡി കൂടി ചേർക്കാം, കാരണം കഴിഞ്ഞു പോയ സംഭവം നമ്മൾ പറയുന്നത്. യെസ്, അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് എഴുതുന്നു അല്ലെങ്കിൽ വേറെ എഴുതുന്നു. ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അത് കഴിഞ്ഞതിന് ശേഷം ING. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING. ദാറ്റ് ഈസ് കോൾഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ അർത്ഥം
നമ്മൾ നേരത്തെ ഈസ് ആ 6 പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിന്റെ 3ന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ആകുന്നു. വാസിന്റെയും വേറിന്റെ അർത്ഥം എന്താണ്? ആയിരുന്നു എന്നുള്ളതാണ്. ആയിരുന്നു. യെസ്, നമുക്ക് പറയാം ഐ വാസ് റീഡിങ് എ നോവൽ. ഞാനൊരു നോവൽ വായിക്കുകയായിരുന്നു. യു വർ റീഡിങ് എ നോവൽ. യു എൻ്റെ കൂടെ വേറെ വരും. യു വർ റീഡിങ് എ നോവൽ. നിങ്ങളൊരു നോവൽ വായിക്കുകയായിരുന്നു. ഷീ വാസ് തിങ്കിങ് അബൌട്ട് മീ. അവൾ എന്നെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഹി വാസ് ഡ്രീമിങ് ഓഫ് ഹെർ. അവൻ അവളെ കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. ആയിരുന്നു എന്നുള്ളതിൽ അവസാനിക്കണം. യെസ്, മൈ മദർ വാസ് കുക്കിംഗ് ഫുഡ്. എൻ്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. മൈ ഫാദർ വാസ് സ്ലീപ്പിംഗ്. എൻ്റെ അച്ഛൻ ഉറങ്ങുകയായിരുന്നു. യെസ്, അങ്ങനെ നമുക്ക് പറയാം. യെസ്, ഇവിടെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അശ്വിനി, മുരളി, അശ്വിനി. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ് അശ്വിനി. I'm fine. വെരി ഗുഡ്, വെരി ഗുഡ്. What about you? ഐ എം ഓൾസോ വെരി ഫൈൻ. എന്റെ സംശയം എന്താണ് അശ്വിനി? Okay. ഐ സബ്ജക്റ്റ് ആവുമ്പോൾ വാസു വരുമോ വേറെ വരുമോ? എങ്ങനെ? ഐ സബ്ജക്റ്റ് ആവുമ്പോൾ വാസാണോ വേറാണോ ഉപയോഗിക്കുക? നമ്മളിപ്പോ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞത് സബ്ജക്ട് പ്ലസ് 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 I was അല്ലേ സിംഗിൾ അല്ലേ വരുവാ? ഐ വാസ് അല്ലേ? ആ. അത് കറക്റ്റാണല്ലേ? മാറ്റി പറയോ? അമ്മ എക്സാമ്പിൾ സാറേ എക്സാമ്പിൾ പറയും. സാർ എക്സാമ്പിൾ പറയാം. ഐ വാസ് റീഡിങ്, ഐ വാസ് തിങ്കിങ്. ഓക്കെ 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 ആക്ച്വലി വെരി ഗുഡ്, വെരി ഗുഡ്. സുരേഷ് ഈസ് കറക്റ്റ്. പക്ഷേ ഓക്കെ 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 ഞാൻ പറയാം. അതായത് ആക്ച്വലി പറഞ്ഞത് കറക്റ്റ് ആണ്. ഐ സബ്ജക്റ്റ് ആവുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് ആണ്. ഐ കഴിഞ്ഞിട്ട് വാസ്. പക്ഷേ എവിടെയും നമ്മൾ ഐ കഴിഞ്ഞിട്ട് വേർ കാണും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിയുമ്പോൾ വേറെ വരും ഇംഗ്ലീഷിൽ. അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ ഓ ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണല്ലോ എന്ന് പറയരുത്. ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വാസേ വരും, പക്ഷെ വേറെ വരും. നമുക്ക് 2-3 കാര്യങ്ങൾ പറയാം. നമ്മൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാണ് അശ്വിനിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഒരിക്കലും നടക്കില്ല. യെസ്, അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അൺറിയൽ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അൺറിയൽ കണ്ടീഷൻ. ഒരിക്കലും ഓക്കെ 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 ഐ വേർ WERE കേട്ടാ, WERE. അപ്പൊ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഐ കഴിഞ്ഞാൽ വാസ് ഉപയോഗിക്കരുത്, വേറെ ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ അശ്വതിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇഫ് ഐ വേർ ഇൻ ദ പ്ലേസ് ഓഫ് അശ്വിനി. അതെ, ഐ വാസ് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ ഞാൻ അശ്വതിയുടെ സ്ഥാനത്ത് വരും, പക്ഷെ ഒരിക്കലും നടക്കില്ല. അൺറിയൽ ആണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ഐ കഴിഞ്ഞതിന് ശേഷം വാസു ആണ് ഉപയോഗിക്കുക. അത് കറക്റ്റ് 90%, 99% കറക്റ്റ്. പക്ഷെ പറയുന്ന കാര്യം ഒരു അൺറിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഐ കഴിഞ്ഞാൽ എന്ത് വരും? വാസു വരില്ല, വേറെ വരുള്ളൂ. അശ്വിനി അങ്ങനെ വീടിന്റെ വരാന്തയിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്നു പോകുന്നു ആ ചെടിയുടെ മുകളിലൂടെ. അപ്പൊ അശ്വിനി മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിന് ശേഷം പഠിക്കേണ്ട, ഇതൊന്നും പഠിക്കണ്ട, വീട്ടിലെ പണിയും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, സുഖമായിട്ട് ഇങ്ങനെ നടക്കണം. അപ്പൊ അശ്വിനി അവിടെ ചിന്തിക്കണം ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ. അശ്വിനിക്ക് എന്തെങ്കിലും ഒരു ബട്ടർഫ്ലൈ ആവാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പൊ അശ്വിനി പറയാൻ പോയി. ഓക്കെ 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 ഞാൻ വരുന്നത് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ കേട്ടോ. യെസ്, അപ്പോ അശ്വിനിക്ക് പറയാം ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ. ഇഫ് ഐ വാസ് എ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എനിക്ക് ബട്ടർഫ്ലൈ ആവാൻ പറ്റും, സാധ്യതയുണ്ട്. ഇത് നോ പോസിബിലിറ്റി, അൺറിയൽ, ഒരിക്കലും നടക്കില്ല. അപ്പൊ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള എന്ത് കാര്യം പറയുമ്പോഴും ഐ കഴിഞ്ഞതിന് ശേഷം എന്താ വരൂ?
വേറെ വരാം. വാസു വരാനായിട്ട് പാടില്ല. വാസു വന്നു കഴിഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. അപ്പൊ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ആ പാസ്റ്റ് കണ്ടിന്യൂസിൽ തന്നെ ഐ സബ്ജക്റ്റ് ആകുമ്പോൾ വാസാണ് വരുന്നത്. പക്ഷെ ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് എപ്പോഴാണ് വരുന്നത്? അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും നടക്കാനായിട്ട് സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അൺറിയൽ കണ്ടീഷനാണ്, അവിടെയാണ് വരുന്നത്. ഇനി അശ്വിനിയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അശ്വിനിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് അശ്വിനിക്ക് ഉറപ്പുള്ള 2-3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു. ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു വെച്ചോട്ടെ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. പറഞ്ഞോ. If I were in the place of a film actor, അല്ലേ? അശ്വിനി no, never. അല്ലേ? എനിക്കറിയാം അല്ലേ? ഫിലിം ആക്ട്രസിന്റെ സ്ഥാനത്ത് എത്തില്ല എന്നാ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് Film act. If I were in the place of a actress, obviously I win an Oscar in a film. ഓക്കെ. ഈ വേറെ കഴിയുമ്പോൾ അപ്പുറത്ത് വുഡാണ് കറക്റ്റ്. വേറെ കഴിഞ്ഞ അപ്പുറത്ത് എന്ത് വേണം? വുഡാണ് വരേണ്ടത്. പിന്നെ വേറൊരു നിയമമുണ്ട്, അത് ഞാൻ കഴിയുമ്പോൾ പറയാം. യെസ്, ഐ വുഡ് വിൻ എ ഓസ്കാർ അവാർഡ്. യെസ്, ഇഫ് ഐ വേർ an actress, I would win a I would win a Oscar award. Yes, in India. Okay, ഇത് കഴിയട്ടെ, അത് ഞാൻ പറയാം. വുഡിന്റെ കേസ് പറയാം. ഓക്കെ, അശ്വിനി വെരി ഗുഡ്. ഇനി വേറെ ആരെങ്കിലും മനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ വിചാരിച്ച സംഭവം ഉണ്ടോ? ആർക്കൊന്നും പറയാം കേട്ടോ. വേറെ ഒന്നൊന്നും മാത്രമല്ല, ആയി കഴിഞ്ഞാലും വാസു വരരുത്, വേറെ വരാം. Yes, Mufi, പറഞ്ഞോളൂ Mufi. If I were A man. അല്ലേ? If I were a man, കറക്റ്റ് ആണ്. നമുക്ക് പറയാം ഞാനൊരു ആണായിരുന്നെങ്കിൽ. യെസ്, അപ്പൊ If I were a child. If I were a child. If I were a child, അത് കറക്റ്റ് ആണ്. ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ. അത് എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല, തിരിച്ചു പോകാൻ പറ്റില്ല അല്ലെ? ഓരോ മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് ആണ്. If I were a superman. If I were a superman, അല്ലെ? സൂപ്പർ വുമൺ ഞാനായിരുന്നെങ്കിൽ. Yeah, that's it. അത്രേ ഉള്ളൂ. വെരി ഗുഡ് മൂവി. യെസ്, ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. ഓക്കെ, മുഫിയാണ് ധൈര്യസമേതം ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത 2 പേർ. അപ്പൊ മുഫി പറഞ്ഞപ്പോ കുറച്ചു പേരൊക്കെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് മനസ്സില്. കാരണം എന്റെ കയ്യിലുണ്ട്, ഞാൻ പിന്നെ പറയാതിരുന്നതുകൊണ്ടല്ലേ എന്നുള്ള മട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആർക്കെങ്കിലും പറയാം. ശിവപ്രിയ, ആർ യു റെഡി? യെസ്, ശിവപ്രിയയുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് ശിവപ്രിയ ചിന്തിക്കുന്ന ഒരു 3 കാര്യങ്ങളൊന്ന് പറഞ്ഞു. 3 കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. If it is 3 minimum. If I were brave, I would climb that mountain. Yes, if I were brave, I would climb that mountain. Brave അല്ലേ? ശിവപ്രിയക്ക് അറിയാം ശിവപ്രിയ brave അല്ലേ? ചില ആളുകൾക്ക് ചിലപ്പോൾ അത് ആസ്വദിച്ച് പറയാൻ പറ്റും, പക്ഷെ എനിക്ക് അത് വേറെ വെച്ചേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ശിവപ്രിയയുടെ കൺസിഡറേഷൻ. ഓക്കെ ശിവപ്രിയ, യു കണ്ടിന്യൂ. നെക്സ്റ്റ് വൺ. If I were an astronaut, I would dance on the moon. Yes, ഞാനൊരു എന്താ പറയാ, ആസ്ട്രോണറ്റിന് മലയാളം എന്ത് പറയും? ഓ സർ, മലയാളം എന്താണ്? ഒരു ആസ്ട്രോനോട്ട് ആയിരുന്നെങ്കിൽ. ആസ്ട്രോണറ്റിന് മലയാളം ഞാൻ ചോദിച്ചത്, അതിന് മലയാളം ഒരു വാക്കില്ലേ? ബഹിരാകാശ സഞ്ചാരി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഞാനൊരു ബഹിരാകാശ സഞ്ചാരി ആയിരുന്നെങ്കിൽ ഞാൻ, ഓക്കെ ഐഷ കറക്റ്റ് ആണ്, അവിടെ ചന്ദ്രൻ നൃത്തം ചെയ്തേനെ. യെസ്, ഓക്കെ. അതൊന്നും പറയാൻ പറ്റൂട്ടോ.
ശിവപ്രിയ ബഹിരാകാശ സഞ്ചാരിയൊക്കെ ആവാൻ സാധ്യതയില്ലേ? നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ? അങ്ങനെ പോയി കഴിഞ്ഞാല് ഓക്കെ, ശിവപ്രിയക്ക് അറിയാം ഞാൻ അങ്ങനെ എത്തൂല. വൺ മോർ. കഴിഞ്ഞു സർ. ഓക്കെ, കുഴപ്പമില്ല. രണ്ടെണ്ണം പറഞ്ഞുള്ളെങ്കിൽ രണ്ടെണ്ണം അത് വെറൈറ്റി ആയിട്ട് പറഞ്ഞു കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ പോലെ രണ്ടെണ്ണം പറഞ്ഞുള്ളെങ്കിൽ രണ്ടെണ്ണം നല്ല എൻ്റെ ഡിഫറെന്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ശ്രീജ, ആർ യു റെഡി? ശ്രീജ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ. നടക്കാൻ സാധ്യതയില്ല. ശ്രീജ ചോദിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ. If I were a flower. ഇഫ് ഐ വെർ എ ഫ്ലവർ, ഞാനൊരു പൂവായിരുന്നെങ്കിൽ. വെരി ഗുഡ്. If I were a cat. ഇഫ് ഐ വെർ എ കാറ്റ്, അവിടെ നിന്ന് നോക്കിയപ്പോ കർണാടക വീട്ടിനകത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു ഫ്ലവർ ഡബ്ബാമ പിടിച്ചു. പൂച്ചകൾ പോടാലുണ്ട്, പൂച്ചനെ പിടിച്ചു. എന്തിനെ പിടിച്ചേക്കണേ? അല്ല സാർ, എനിക്കൊരു പൂച്ചയുണ്ട് പെറ്റായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണ്. Yes, very good, very good. Yes. If I were a child. If I were Child. yes, if I were a child. കുട്ടിക്കാലത്തേക്ക് മടങ്ങി പോകാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. ആണ് സാറേ. ഇപ്പോഴത്തെ പിള്ളേർന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ഇപ്പൊ ഫോണിലൊക്കെ, പണ്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ അവധി കിട്ടുമ്പോഴേ ഇറങ്ങുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ തോട്ടത്തിലോട്ടൊക്കെ ഭയങ്കര കളിക്കാനൊക്കെയാണ്. പിന്നെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു കാലമൊന്നും ഇപ്പൊ കാണുന്നില്ല. ശരിയാണോ? ഇപ്പോഴത്തെ പിള്ളേർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബാല്യം ആസ്വദിക്കുന്നില്ല അല്ലേ? അതെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ ശനി ഞായർ വരാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ്. അതെ അതെ. ഓക്കെ 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 ഓക്കെ. അത് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഒരു പഠനം. എക്സസൈസ് പോലുള്ള കളികളൊന്നും ഇല്ല. എല്ലാവരും മൊബൈലില് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പഠനം. യെസ്, ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ ഇന്ന അടുത്ത് പറയുന്നില്ല. ഇനി ആരൊക്കെയാണ് പറയാനുള്ളത്? ധൈര്യം സമയം പറയാട്ടോ. ആയി കഴിഞ്ഞതിന് ശേഷം വാസ് ഉപയോഗിക്കരുത്, വേറെ ഉപയോഗിക്കും. യെസ്. Hello, sir. പറഞ്ഞോളൂ മുബി, പറഞ്ഞോളൂ. If I were flying. ഇഫ് ഐ വർ ഫ്ലൈയിങ്, ഞാൻ പറക്കുകയായിരുന്നെങ്കിൽ. യെസ്. If Okay. I were a singer. ഇഫ് ഐ വേർ എ സിംഗർ, സിംഗറൊക്കെ ആകാവുന്നതേ ഉള്ളൂ. മുബി ഒരിക്കലല്ല സർ. മുബി നല്ല പാട്ടുകാരി എന്നാണ് ഇവിടെ ഐഷ പറഞ്ഞത്. ഇല്ല. ഐഷ നേരത്തെ പറഞ്ഞ അങ്ങനെ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ ന്യൂ വാട്ട് അതേഴ്സ് വെർ തിങ്കിങ്. ഓക്കെ ഹന്ന? യെസ്. If I were a doctor. ഇഫ് ഐ വേർ എ ഡോക്ടർ. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ If I were a child. ഇഫ് ഐ വേർ എ ചൈൽഡ്. എല്ലാവരും കുട്ടിക്കാലത്തോട്ടാണ് മടങ്ങി പോണേ അല്ലേ? Yes. ഗുഡ് ഓൾഡ് ഡേയ്സ്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബാല്യവും കൗമാരവും ഒക്കെ ഇല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. If I were driving. ഇഫ് ഐ വേർ ഡ്രൈവിംഗ്. ഓക്കെ മെറിൻ, നൊസ്റ്റാൾജിയ. That's all, sir. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ആ സമയം പിടി കിട്ടിയത് എനിക്ക് മനസ്സിലായി. ഇഫ് ഐ വേർ. ഇനി ഞാൻ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ ആ വുഡ് വന്ന സ്ഥലത്ത് വെച്ച് പറയുന്നു. നമുക്ക് ഇംഗ്ലീഷില് നേരത്തെ ഞാൻ പറഞ്ഞതില് ഒരു അൺറിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു. അൺറിയൽ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കണ്ടീഷൻ. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ വുഡ് ഉപയോഗിക്കുന്നത് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. അപ്പോ നമ്മുടെ ഒരു കുട്ടി, അവൻ 9ാം സ്റ്റാൻഡേർഡിൽ നിന്ന് ജയിച്ച് 10ാം സ്റ്റാൻഡേർഡിലേക്ക് ആയി കഴിഞ്ഞപ്പോ അവൻ പഠിക്കാൻ അത്ര മിടുക്കനല്ല, പക്ഷെ ബുദ്ധിയുണ്ട്, പഠിക്കൂലെന്ന് മാത്രമേ. അപ്പൊ 9ൽ നിന്ന് ജയിച്ച് 10ലേക്കായ കുട്ടിയോട് അവന്റെ അമ്മ പറയുകയാണ്, നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും, നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അപ്പൊ ഒന്നുകൂടി ചോദിപ്പിച്ചു, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്.
നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കോമ ഇടാൻ വിട്ടുപോയി. വിനീഷ, ഒരു കോമ ഇതിൻ്റെ അകത്ത് ഇടണം. എവിടെ ഇടണം കോമ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്നുള്ള സെന്റൻസ് ഒരു കോമ ഇല്ല. അത് എവിടെയാണ് ഇടേണ്ടത്? ഇഫ് യു സ്റ്റഡി വെൽ കഴിഞ്ഞിട്ട്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് ബിനീഷ പറഞ്ഞത്. വെൽ കഴിഞ്ഞിട്ടാണ്. ഓക്കെ മുബി, കറക്റ്റ് ആണ്. വെൽ കഴിഞ്ഞിട്ടാണ് ഒരു കോമ വരുന്നത്. അപ്പൊ നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെൽ കോമ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ ഒരു സെന്റൻസിന് നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി. ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഇഫ് യു സ്റ്റഡി വെൽ ഒരു കഷ്ണം, രണ്ടാമത്തെ കഷ്ണം എന്ന് പറഞ്ഞാൽ യു വിൽ പാസ്. രണ്ട് കഷ്ണങ്ങളായി. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഞാൻ കഷ്ടം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതിന് പറയുന്ന പേര് ക്ലോസ് എന്നാണ്. CLAUSE ക്ലോസ്. അപ്പൊ ഒരു സെന്റൻസിനെ നമുക്ക് ക്ലോസുകളായിട്ട് വിഭജിക്കാം. ഓക്കെ ഐഷ, കറക്റ്റ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ ഐഷ, വെരി ഗുഡ്. ഐഷക്ക് ഇത് അറിയാൻ തോന്നുന്നു. യെസ്. ഓക്കെ ഐഷ, കറക്റ്റ്. അപ്പൊ ഇത് നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. രണ്ട് ക്ലോസുകളായിട്ട് നമ്മൾ. ഓക്കെ, രണ്ട് ക്ലോസുകളായി. ഒന്ന് ഇഫ് യു സ്റ്റഡി വെൽ വരെ ഒരു ക്ലോസ്, യു വിൽ പാസ് എന്നുള്ള രണ്ടാമത്തെ ക്ലോസ്. ഈ രണ്ട് ക്ലോസുകൾ ചേരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആയിട്ട് മാറിയത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തീരുമാനത്തിലെത്താം. ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു സെന്റൻസ്. ആ ഒരു നിഗമനത്തിലേക്ക് നാം എത്താം. അപ്പൊ എ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ദാൻ വൺ ക്ലോസസ്. ഓക്കെ, അവിടെ നോക്കി. ഇനി നമ്മൾ അടുത്ത കാര്യം നോക്കിയിരുന്നു. വിനീഷ, ഇഫ് യു സ്റ്റഡി വെൽ, അത്രയും നമ്മൾ പറയുന്നുള്ളൂ എന്ന് വിചാരിക്കും. യു വിൽ പാസ് നമ്മൾ പറയുന്നില്ല, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഇഫ് യു സ്റ്റഡി വെൽ അത്രയും പറഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവും വിനീഷ? ഇല്ല. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അത്രയും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മിണ്ടാതെ പോയാൽ നമ്മൾ എന്ത് പറയും? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്ന് എന്ത് പറ്റിയാവും എന്നെല്ലാം രീതികളും എന്തോ കുഴപ്പമൊന്നും വിചാരിക്കും അല്ലെ? അപ്പൊ നമുക്ക് പറയാം, ഒരു ക്ലോസിന്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആകുന്നില്ലെങ്കിൽ, യു അണ്ടർസ്റ്റാൻഡ്, മീനിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഞാൻ ഒന്നുകൂടി നിർവചിക്കാം. ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവും. ആ ക്ലോസിന്റെ അർത്ഥം പറയുമ്പോൾ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഇനി ഫിനിഷിനോട് ചോദിക്കാം. ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, ബാക്കിയാണ് നമ്മൾ പറയുന്നത്. യു വിൽ പാസ് അത്ര പറയുന്നുള്ളൂ, മറ്റു നമ്മൾ പറയുന്നില്ല. ആ യു വിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആകും ഫിനിഷ? കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആകും, നീ പാസ്സാകും. കറക്റ്റ് അല്ലേ? അർത്ഥവും കറക്റ്റ്, നീ പാസ്സാകും. യെസ്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോസിന്റെ അർത്ഥം പറയുമ്പോൾ ആ ക്ലോസിന് കംപ്ലീറ്റ് മീനിങ് ശരിയാവുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. അപ്പൊ മെയിൻ ക്ലോസ് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പിടിയിട്ടില്ല. ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവാം. ആ ക്ലോസുകളിൽ അർത്ഥം പൂർണ്ണമാകുന്ന ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും, അർത്ഥം പൂർത്തിയായില്ല എങ്കിൽ അതിനെ പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയുന്നു. യെസ്, ഇത് പറഞ്ഞോണ്ട് വിചാരിച്ചു വന്നതല്ല, നേരത്തെ മുഡ് വന്നുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടതാണ്. യെസ്, അപ്പൊ പിടികിട്ടിയല്ലോ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് പിടിക്കും. യെസ്, ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ക്ലോസും ഈ ഉപയോഗിച്ചിരിക്കുന്ന സബോർഡിനേറ്റ് ക്ലോസും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു ബന്ധമുണ്ട്, ഒരു ലിങ്ക്. ആ ലിങ്ക് അനുസരിച്ച് ചെയ്യാവും. അപ്പൊ സമയക്കുറവ് പോലെ ഞാൻ അങ്ങനെ കടക്കുന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഇതിന്റെ ബാക്കി എടുത്തിട്ട് പറയാം. കാരണം ചെയ്ത് കുറച്ച് സമയം വേണം. യെസ്, അപ്പൊ നമുക്ക് പിടികിട്ടു. യെസ്, അപ്പോ ഇന്ന് നമ്മൾ നോക്കിയത്, അപ്പൊ നമ്മൾ നിൽക്കട്ടെ, ഇന്ന് നമ്മൾ നോക്കിയത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing ആണ്. ആയി കഴിഞ്ഞാൽ വാസാണ് വരിക. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങൾ അൺറിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയി കഴിഞ്ഞാൽ വേറെ വരും എന്നുള്ള കാര്യം കൂടി
നമ്മൾ ഓർമ്മയിൽ നിന്നുണ്ടാക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ക്ലോസുകളെ കുറിച്ച് പറഞ്ഞു. ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവും. ആ ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും വേർതിരിക്കും. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആവുന്ന ക്ലോസുകളാണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആവാത്ത ക്ലോസുകളാണ്. ഈ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേര് കൂടി പറയും. അങ്ങനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ്. ഒരു കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ആളാരായിരിക്കും? പ്രിൻസിപ്പൽ ആയിരിക്കും. യെസ്, അപ്പൊ അങ്ങനെ ഓർത്താൽ മെയിൻ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് കൂടി മെയിൻ ക്ലോസിന്റെ വേറൊരു പേരാണ്. ഈ സബോർഡിനേറ്റ് ക്ലോസിന് വേറൊരു പേര് കൂടി പറയും. അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. അതിന് വേറൊരു പേര് കൂടി പറയും. കാരണം അതിനെ പറയുന്ന വേറൊരു പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രയിച്ചിരിക്കുക. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസ് അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവാൻ വേണ്ടി മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുക. യെസ്, അതുകൊണ്ട് അതിന് എന്തുകൂടി പറയും? ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഇത്രയും വരെ മനസ്സിലാക്കിയാൽ മതി. ഇത് തമ്മിലുള്ള ലിങ്കിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് പറയാം. സോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ. ഓക്കെ ഓക്കെ മൂവി. ഓക്കെ ഓക്കെ മരൺ, ശ്രീജ. ഓക്കെ ഇഷ. ആ ഓക്കെ ആഷ്ലി, നിമ്മിൻ. ഓക്കെ ഓക്കെ റൈഹ.